കയ്യടിയോടുകൂടി നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ബഹുമാന്യനായ അധ്യക്ഷൻ, വാർഡ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് BA റസാഖാജി, ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി A അബ്ദുറഹ്മാൻ സാഹിബ് അടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും ബഹുമാന്യരായ നേതാക്കളെ, ഏറെ സ്നേഹബഹുമാനം നിറഞ്ഞ കാസർഗോഡ് നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥികളായി വിജയിച്ച് കടന്നു വന്ന കൗൺസിൽ അംഗങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, തുരുത്തിയുടെ മണ്ണിൽ ഈ വിജയാഹ്ലാദ പരിപാടിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഏറെ അഭിമാനവും അതിലേറെ സന്തോഷവും തോന്നുകയാണ്. ഈ കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഈ നഗരപ്രദേശത്ത് അപവാദ പ്രചരണങ്ങളും ഇല്ല കഥകളും മെനഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും UDFൻ്റെ ബാനറിൽ ഇവിടെ നിന്ന് മത്സരിച്ച, ഇപ്പോൾ ഈ നാടിനാകെ അഭിമാനകരമായി കാസർഗോഡ് നഗരസഭയുടെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ഷാഹിന സലീമിനെതിരെയായിരുന്നു. എല്ലാ അപവാദ പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഈ മണ്ണിൽ മുസ്ലിം ലീഗ് പാർട്ടിയും UDFും ഉജ്ജ്വലമായ വിജയം നേടിയിട്ടുള്ളത്. തുരുത്തി വാർഡിൻ്റെയും ഈ പ്രദേശത്തിൻ്റെയും രാഷ്ട്രീയ നാൾ വഴികളെക്കുറിച്ച് വളരെ വിശദമായിട്ടാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. ഈ പ്രദേശത്ത് വന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഈ വാർഡിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ ഒരു കൺവെൻഷനിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചതിൻ്റെ പേരിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർഡിലെ മുഴുവൻ വീടുകളിലും എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ് ഞാൻ പ്രസംഗിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എതിരാളികൾ നടത്തിയ എല്ലാ പ്രചരണങ്ങളെയും എല്ലാ അപവാദങ്ങളെയും വലിച്ചെറിഞ്ഞുകൊണ്ടാണ് 16-ാം വാർഡിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി UDFൻ്റെ സ്ഥാനാർത്ഥി ഷാഹിന സലീമിന് ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ചത്. കാസർഗോഡ് നഗരപ്രദേശത്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും പുരോഗമനപരമായ മറ്റ് പ്രവർത്തനങ്ങളുമൊക്കെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ UDFൻ്റെ നേതൃത്വത്തിലായിരുന്നു എന്നുള്ളത് ഈ നാട്ടിലെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നമുക്കെതിരെ പറഞ്ഞുവിട്ട, തൊടുത്തുവിട്ട എല്ലാ കാര്യങ്ങളെയും തടുത്തു നിർത്താൻ ഈ വാർഡിലെ നല്ലവരായ ജനാധിപത്യ വോട്ടർമാർക്ക്, ജനാധിപത്യ വിശ്വാസികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ ഏറെ സന്തോഷമുണ്ട്. മുസ്ലിം ലീഗിനെതിരെ മതേതരത്വം പറയുന്ന ആളുകൾ, മുസ്ലിം ലീഗിൻ്റെ മേൽ വർഗീയത ആരോപിക്കുന്ന ആളുകൾ, മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഈ സമ്മേളനം നടക്കുന്ന ഈ നഗരിയിൽ പോലും മഹാനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ തീരുമാനിച്ച്, ശിഹാബ് തങ്ങളുടെ അനുവാദത്തോടുകൂടി മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പാർലമെൻറ്റ് ബോർഡ് പ്രഖ്യാപിച്ച് ഏണി അടയാളത്തിൽ മത്സരിച്ച് വിജയിച്ച
ബിന്ദു എന്ന ഒരു സഹോദരി നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ള മറുപടി. തീർച്ചയായും നമ്മളൊരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിലാണ്. നഗരസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിന് ശേഷം അതിൻ്റെ ആഹ്ലാദങ്ങളൊക്കെ പങ്കിടുമ്പോഴും വെളിപ്പാടകലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് നമ്മൾ കാതോർത്ത് നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നെറികെട്ട ഭരണത്തിനെതിരെയുള്ള BJP പോലും പറയാൻ മടിക്കുന്ന വർഗീയത ഈ നാട്ടിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന CPM-നെതിരെയുള്ള അതിശക്തമായ താക്കീതായി മാറണം. അത് മാറണമെങ്കിൽ കേരളത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ തിരിച്ചു വരേണ്ടതുണ്ട്. അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ട് ചേർക്കുന്ന സമയമാണ്. പരമാവധി വോട്ടുകൾ ചേർത്തുകൊണ്ട് UDF-ന് അനുകൂലമായ ഒരു വലിയ വിജയമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ തുരുത്തിയുടെ എല്ലാ പ്രൗഢിക്കും യോജിക്കുന്ന രീതിയിൽ അതിഗംഭീരമായ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിക്കും അതുപോലെ തന്നെ കാസർഗോഡ് നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചു.